ഹലോ എവരിവൺ. എന്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാൻ എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. ഈ 2020 അവിടെ കയറിയത്. അതിന്റെ റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ സൊല്യൂഷൻസ് എന്ന ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് തുടങ്ങുകയാണ്. ഓക്കെ, ചാപ്റ്ററിലേക്ക്. ഇൻ നോർമൽ ലൈഫ് വി റെയർലി കം അക്രോസ് പ്യുവർ സബ്സ്റ്റൻസ്. മോസ്റ്റ് ഓഫ് ദീസ് ആർ മിക്സ്ചേഴ്സ് കണ്ടെയ്നിങ് 2 or more പ്യുവർ സബ്സ്റ്റൻസ്. നമ്മൾ ദിവസം കാണുന്ന സാധനങ്ങൾ എന്താണ് വളരെ റെയർ ആയിട്ട് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസസ് കാണാറില്ല. മിക്ക സാധനങ്ങളും പല ആറ്റംസ് കമ്പൈൻ ചെയ്തുള്ള മിക്സ്ചേഴ്സ് ആണ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, their utility or importance in life depends on their composition. അതിനകത്ത് ഓരോ സബ്സ്റ്റൻസിന്റെയും കോമ്പോസിഷൻ അനുസരിച്ചാണ് അത് വെച്ചുള്ള നമ്മുടെ യൂസ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ബ്രാസ് ആർ quite different from that of ജർമ്മൻ സിൽവർ ഓർ ബ്രോൺസ്. ഇല്ലേ, ഇപ്പൊ നമുക്ക് ബ്രാസ്, ജർമ്മൻ സിൽവർ, ബ്രോൺസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അലോയ്സ് ആണ്. അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ മെറ്റൽസ് തമ്മിൽ മിക്സ് ചെയ്തുണ്ടാക്കുന്ന പുതിയ അലോയ്സ് ആണ്. അല്ലേ, അപ്പൊ ഓരോരുത്തരുടെയും കോമ്പോസിഷൻ മാറിയല്ലേ. നമ്മള് ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറും സിങ്കും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന സാധനം ബ്രാസ്. ജർമ്മൻ സിൽവർ പറയാൻ കോപ്പറും സിങ്കും നിക്കലും കൂടെ ഉണ്ട്. ബ്രോൺസ് ആണെങ്കിൽ കോപ്പറും ടിന്നും ആണ്. അപ്പം മെറ്റലിന്റെ കോമ്പോസിഷൻ മാറുന്നതനുസരിച്ച് നമ്മൾ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാക്കി അതിന്റെ യൂസ് വേറെ ഇല്ലേ. എല്ലാ സാധനത്തിനും ഒരേ യൂസ് ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഓരോന്നിനും ഓരോ കോമ്പോസിഷൻ മാറുന്നതനുസരിച്ച് വേറെ വേറെ സാധനങ്ങൾ ഉണ്ടാക്കി ഓരോന്നിനും നമുക്ക് വേറെ യൂസ് ആണുള്ളത്. ഓക്കെ, 1 part per million of fluoride ions in water prevents tooth decay. ഇപ്പൊ എന്താണ്, വാട്ടറിൽ ഫ്ലൂറൈഡ് അയണിന്റെ കോൺസെൻട്രേഷൻ 1 ppm ആണെങ്കിൽ എന്താണ് അത് tooth decay prevent ചെയ്യും. 1.5 ppm ആണെങ്കിൽ tooth becomes mottled and high concentration of fluoride ions can be poisonous. ഇപ്പൊ എന്താണ് 1.1 ppm നമ്മുടെ എന്താണ് ടൂത്ത് ഡീക്കേ പ്രിവെന്റ് ചെയ്യുന്നതാണ്. 1.5 ആണെങ്കിൽ ടൂത്ത് മോട്ടിലിംഗ് ഉണ്ടാവും എന്ന് പറയുന്നത്. പക്ഷെ അതിൽ കൂടുതലാണെങ്കിൽ ഫ്ലൂറിൻ അയൺ കോൺസെൻട്രേഷൻ അതിൽ കൂടിയാൽ പോയിസണസ് ആവും. അപ്പൊ അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറയുന്നതാണ് റാറ്റ് പോയിസൺ അല്ലെ, എലിവർഷത്തിൽ ഉപയോഗിക്കുന്ന സാധനമാണ് സോഡിയം ഫ്ലൂറൈഡ്. ഓക്കെ, ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ് ആർ ഓൾവേസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ കണ്ടെയ്നിങ് സോൾട്സ് അറ്റ് പാർട്ടിക്കുലർ അയോണിക് കോൺസെൻട്രേഷൻ ദാറ്റ് മാച്ച് ഇൻ ബ്ലഡ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ആണ് சொன்னோம் അല്ലേ. അപ്പൊ നമുക്ക് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ് നമ്മൾ കയ്യിൽ കുത്തിയൊക്കെ വെക്കുന്ന ഡ്രിപ്പിഡ് എന്നൊക്കെ സാധനങ്ങൾ അല്ലേ, ഡ്രിപ്പിഡ് നമ്മൾ മരുന്നുകൾ കുത്തി വെക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ആ സാധനത്തിന്റെ കോൺസെൻട്രേഷൻ അല്ലേ, ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ ആയിട്ട് മാച്ച് ആണോ, അല്ലെങ്കിൽ നമുക്കറിയാം കോൺസെൻട്രേഷൻ കൂടിയോ കുറഞ്ഞാണെങ്കിൽ ബ്ലഡിൽ നിന്ന് അത് ഫ്ലൂയിഡ് വലിക്കുകയോ ഫ്ലൂയിഡ് കൊടുക്കുക ഒക്കെ ചെയ്യും. ഓക്കെ, നമുക്കറിയാം നമ്മൾ ബ്ലഡിന് കോൺസെൻട്രേഷൻ ഉണ്ട്. ആ ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ ആണ് കൂടിയ കോൺസെൻട്രേഷൻ ആണ് കൊടുക്കുന്നതെങ്കിലോ ബോഡി ടിഷ്യൂസ് ചെയ്യുന്ന അത് ഫ്ലൂയിഡിനെ വലിക്കും അല്ലെ, ബ്ലഡിലേക്ക് വലിക്കും. അതേപോലെ കുറഞ്ഞാൽ ബ്ലഡിൽ നിന്ന് വാട്ടർ സെൽസിലേക്ക് കയറും അല്ലെ. അപ്പൊ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ IV ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് ബ്ലഡിന്റെ പ്ലാസ്മ കോൺസെൻട്രേഷൻ മാച്ച് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. This unit we will consider mostly liquid solutions and their formation. This will be followed by studying the properties of the solutions like vapor pressure and colligative properties. ഈ ചാപ്റ്ററിൽ നമ്മൾ ലിക്വിഡ് സൊല്യൂഷൻസും പിന്നെ അവരുടെ പ്രോപ്പർട്ടീസും വേപ്പർ പ്രഷർ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പോലുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. We will begin with types of solutions and then various alternatives in which concentration of a solute can be expressed in liquid solution. അപ്പൊ എന്താണ് ആദ്യം നമ്മൾ ടൈപ്സ് ഓഫ് സൊല്യൂഷൻ പഠിക്കുന്നു. അതിനുശേഷം ലിക്വിഡ് സൊല്യൂഷനിൽ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഏതൊക്കെ ടേംസ് ആണ് പറയുന്നത് ആ കോൺസെൻട്രേഷൻ ടേംസ് എല്ലാം നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ആദ്യം ടൈപ്പ് സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് or 2 or more than 2 components. By homogeneous mixture we can mean that its composition and properties are uniform throughout the mixture. അപ്പൊ എന്താണ് സൊല്യൂഷൻ ഹോമോജീനിയസ് മിക്സ്ചർ ആണ് അല്ലേ. രണ്ടോ അതിലധികം സാധനങ്ങളുടെ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് വെച്ചാൽ ഹോമോജീനിയസ് എന്താണ്, അത് എവിടുന്ന് ആ ഉണ്ടാക്കിയ മിക്സ്ചറിന്റെ ഏതൊരു പാർട്ടിയും നമ്മൾ സാധനം എടുത്താലും എല്ലാത്തിനും ഈക്വൽ കോമ്പോസിഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയാൻ നമുക്കറിയാം വാട്ടർ എടുക്കുക. വാട്ടറിൽ നമുക്കറിയാം എവിടെ നമ്മളൊരു വാട്ടർ മോളിക്യൂളിന് എടുത്താലും എന്തായിരിക്കും വാട്ടർ മോളിക്യൂൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും ആയിരിക്കും അല്ലേ. അങ്ങനെ ചെയ്യിക്കുക. അങ്ങനെയുള്ള ഒരു സാധനമാണ് എന്തൊക്കെ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കും. ഷുഗർ സൊല്യൂഷൻ ആയിരിക്കും. ഷുഗർ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്കറിയാം യൂണിഫോം ആയിട്ട് ആ സൊല്യൂഷനിൽ എല്ലായിടത്തും ഷുഗർ നമ്മൾ എത്തും. ഇപ്പൊ എവിടെ നമ്മൾ സൊല്യൂഷൻ എടുത്ത് നോക്കിയാൽ ആ സൊല്യൂഷന്റെ ഷുഗർ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. കാരണം അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആണ്. ജനറലി ദ കമ്പോണന്റ് ദാറ്റ് ഇസ് പ്രസന്റ് ഇൻ ലാർജസ്റ്റ് ക്വാണ്ടിറ്റി ഇസ് നോൺ ആസ് സോൾവെന്റ് അല്ലേ. ഇപ്പൊ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം ഒരു സോൾവെന്റും വേണം ഒരു സൊല്യൂട്ടും വേണം അല്ലേ. ഇപ്പൊ 2 കമ്പോണന്റ് മിനിമം വേണം. ഇപ്പൊ ഏത് കമ്പോണന്റ് ആണ് ഏറ്റവും കൂടുതൽ അതാണ് നമ്മൾ ജനറലി സോൾവെന്റ് ആയിട്ട് എടുക്കുന്നത്. സോൾവെന്റ് ഡിറ്റർമിൻസ് ദി ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻ വിച്ച് സൊല്യൂഷൻ എക്സിസ്റ്റ്. അപ്പൊ നമ്മൾ സൊല്യൂഷൻ ഏത് സ്റ്റേറ്റിലാണ് എക്സിസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നവരാണ് നമ്മുടെ സോൾവെന്റ് ആണ്. ഓക്കെ, 1 or more components present in the solution other than solvent are called solutes. ഇപ്പൊ സോൾവെന്റ് അല്ലാണ്ട് ഒരു സൊല്യൂഷനുള്ള എല്ലാ കോമ്പോണൻസ് എന്താണ്, അതിനെല്ലാവരും നമ്മൾ സൊല്യൂട്ട് എന്ന് വിളിക്കും. ഇൻ ദിസ് യൂണിറ്റ് we shall consider only binary solution. എന്താണ് ഇവിടെ നമ്മൾ ബൈനറി സൊല്യൂഷൻ അഥവാ ഒരു സൊല്യൂട്ടും ഒരു സോൾവെന്റും വെച്ചുണ്ടാക്കുന്ന സൊല്യൂഷൻസ് മാത്രമേ നമ്മൾ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുള്ളൂ. Here each component may be solid, liquid or in gaseous state and are summarized. അപ്പം എന്താണ് ഇവിടെയുള്ള ഓരോ കമ്പോണന്റ് ആണ് സോളിഡ് ആവാൻ, ലിക്വിഡ് ആവാൻ, ഗ്യാസ് ആവാം. അപ്പൊ അങ്ങനെ എന്താണ് നമ്മൾ സോൾവെന്റ് ഗ്യാസ് ആവാൻ, ലിക്വിഡ് ആവാൻ, സോളിഡ് ആവാൻ, സൊല്യൂട്ടും ഗ്യാസ് ആവാൻ, ലിക്വിഡ് ആവാൻ, സോളിഡ്. അപ്പൊ അങ്ങനെ നമുക്ക് 9 ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് പോസിബിൾ ആണ്.
നോക്കാം. ആദ്യം ഗേഷ്യസ് സൊല്യൂഷൻസ്. അപ്പൊ നമ്മൾ പറഞ്ഞു സൊല്യൂഷന്റെ ഫേസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്താൽ തീരുമാനിക്കാൻ നമ്മൾ പറഞ്ഞു സോൾവെന്റിന്റെ ഫേസ് ചെയ്താണ് അതാണ് സൊല്യൂഷന്റെ വരുന്നത്. നമ്മൾ പറഞ്ഞു അപ്പം ഗേഷ്യസ് സൊല്യൂഷൻ നമ്മൾ വിളിക്കണമെങ്കിൽ സോൾവെന്റ് എന്താവണം? ഗ്യാസ് ആണ്. അതാണ് ഇവിടെ കാണുന്ന കണ്ടോ എല്ലാം ഗ്യാസ്. ലിക്വിഡ് സൊല്യൂഷൻ ആണെങ്കിൽ സോൾവെന്റ് എല്ലാത്തിന്റെയും ലിക്വിഡ്, സോളിഡ് സൊല്യൂഷൻ ആണെങ്കിൽ സോൾവെന്റ് എല്ലാത്തിന്റെയും സോളിഡ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഗേഷ്യസ് സൊല്യൂഷൻ നോക്കാം. ഇപ്പൊ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗ്യാസ് ഇൻ ഗ്യാസ് അല്ലെ. അപ്പം സൊല്യൂട്ടിൻ ഗ്യാസ്, സോൾവെന്റിൻ ഗ്യാസ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് മിക്സർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഗ്യാസ്. നൈട്രജൻ ഗ്യാസിൽ ഓക്സിജൻ മിക്സ് ചെയ്യുന്നു. അപ്പൊ അത് ഓക്സിജൻ എന്ന് പറയുന്നത് ഗ്യാസ് ആണ്, നൈട്രജൻ എന്ന് പറയുന്ന ഗ്യാസ് ആണ്. അപ്പൊ അതൊരു ഗ്യാസ് ഇൻ ഗ്യാസ് സൊല്യൂഷൻ ആയി. ഓക്കെ, അടുത്തത് ലിക്വിഡ് ഇൻ ഗ്യാസ്. ലിക്വിഡ് ഇൻ ഗ്യാസിന്റെ എക്സാമ്പിൾ അവിടെ തന്നിരുന്നു ക്ലോറോഫോം അല്ലെങ്കിൽ CH3 മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്. അത് ലിക്വിഡ് ഗ്യാസ് ആണ്. ഓക്കെ, അടുത്ത സോളിഡ് ഇൻ ഗ്യാസ്. അതിന്റെ എക്സാമ്പിൾ ആണ് ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്. അതിന്റെ എക്സാമ്പിൾ ഇപ്പൊ എല്ലാത്തിന്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. അടുത്തത് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ്. അപ്പൊ സോൾവെന്റ് എല്ലാത്തിന്റെയും ലിക്വിഡ് ആണ്. ഇപ്പൊ ഗ്യാസ് ഇൻ ലിക്വിഡ് അതിന്റെ എക്സാമ്പിൾ നമ്മുടെ ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ. നമുക്കറിയാം വാട്ടറിൽ എപ്പോഴും ഓക്സിജൻ ഗ്യാസ് ഡിസോൾഡ് ആണെങ്കിൽ ഡിസോൾഡ് ഓക്സിജൻ ആണ് നമ്മുടെ അക്വാട്ടിക് ലൈഫിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അറിയാം. ഓക്കെ, അടുത്ത ലിക്വിഡ് ഇൻ ലിക്വിഡ് അതിന്റെ എക്സാമ്പിൾ ആണ് എത്തനോൾ ഡിസോൾഡ് ഇൻ വാട്ടർ. ഓക്കെ, അടുത്ത സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ് ഇൻ ലിക്വിഡിന്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് വെള്ളത്തിലായിരിക്കും, ഗ്ലൂക്കോസ് ഡിസോൾഡ് ഇൻ വാട്ടർ. ഓക്കെ, അടുത്തത് ഗ്യാസ് ഇൻ സോളിഡ്. സോളിഡിൽ നമ്മൾ ഗ്യാസ് ഉണ്ട്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം. നമ്മൾ പലേഡിയം കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹൈഡ്രോജനേഷനൊക്കെ ഉപയോഗിക്കുന്ന കാരണം എന്താ? അത് ഹൈഡ്രോജനെ എടുക്കും അല്ലെ. ഇപ്പൊ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം എന്ന് പറയുന്നത് ഗ്യാസ് ഇൻ സോളിഡ് സൊല്യൂഷന്റെ എക്സാമ്പിൾ ആണ്. അത് ലിക്വിഡ് ഇൻ സോളിഡിന്റെ എക്സാമ്പിൾ ആണ് അമാൽഗം ഓഫ് മെർക്കുറി വിത്ത് സോഡിയം. സോഡിയം എന്താണ്? സോഡിയം എന്ന് പറയുന്നത് സോളിഡ് ആണ്. അതിന് മെർക്കുറി വെച്ച് അമാൽഗം ഉണ്ടാക്കും. അതെന്താണ്? ലിക്വിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻ ആണ്. അടുത്ത സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻസ് അതിന്റെ എക്സാമ്പിൾ ആണ് അവിടെ തന്നിരിക്കുന്ന കോപ്പർ ഡിസോൾഡ് ഇൻ പൊളി. നേരത്തെ പറഞ്ഞ അലോയ്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാം സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻസ് ആണ്. നേരത്തെ പറഞ്ഞ ബ്രാസ്, ജർമ്മൻ, സിൽവർ അതൊക്കെ അലോയ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? സോളിഡ് ഇൻ സോളിഡ് സൊല്യൂഷൻസ് ആണ് അല്ലേ. ഇത്രയാണ് നമ്മൾ ബൈനറി സൊല്യൂഷൻസ് നമ്മൾ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കേണ്ടത്. ഇഷ്ടം അറിഞ്ഞിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ. കമ്പോസിഷൻ ഓഫ് എ സൊല്യൂഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ എക്സ്പ്രസിംഗ് ഇറ്റ്സ് കോൺസെൻട്രേഷൻ. ഒരു സൊല്യൂഷന്റെ കോമ്പോസിഷൻ നമുക്ക് എന്താണ്? അതിന്റെ കോൺസെൻട്രേഷൻ അറിഞ്ഞാൽ നമുക്ക് അതിന്റെ കോമ്പോസിഷൻ പറയാൻ പറ്റും അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമുക്കൊരു 2% ഷുഗർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 2% 2 gram ഷുഗർ ഡിസോൾഡ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ അല്ലെ. അതാണ് 2% ഷുഗർ. അപ്പൊ നമുക്കറിയാം അപ്പൊ അതിനകത്ത് 2 gram എന്ന് പറയുന്നത് നമ്മുടെ സൊല്യൂട്ട് ആവണം, 98 gram എന്ന് പറയുന്നത് നമ്മുടെ സോൾവെന്റ് ആവണം, അല്ലെങ്കിൽ സോൾവെന്റ് ആയ വാട്ടർ ആവണം. എന്നാലും 2% സൊല്യൂഷൻ ഓഫ് ഷുഗർ സൊല്യൂഷൻ കിട്ടും. അപ്പൊ നമുക്ക് അതിന്റെ കോൺസെൻട്രേഷൻ അറിയുന്നതിലൂടെ ആ സൊല്യൂഷനിൽ എത്രയാണ് ഓരോ സാധനം ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷൻ നമുക്ക് എത്രയാണ് നമുക്ക് പറയാൻ പറ്റുന്നു. ഓക്കെ, can be expressed either quantitatively or quantitatively. ഇപ്പൊ എന്താണ് ഒരു കോൺസെൻട്രേഷൻ? ഫോർ എക്സാമ്പിൾ ക്വാളിറ്റേറ്റീവ് വളരെ കുറവ്. എന്താണ് qualitatively we can say that the solution is dilute, that is 80 quantity of solute, or it is concentrate. അല്ലെങ്കിൽ സാധനം കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്കിപ്പോ പറയാം സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ ഒരുപാട് കൂടുതലാണെങ്കിൽ, സൊല്യൂട്ടിന്റെ എമൗണ്ട് സൊല്യൂഷനിൽ കൂടുതലാണെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ എന്ന് പറയാം അല്ലേ. അതാണ് ദാറ്റ് ഈസ് റിലേറ്റീവ്ലി വെരി ലാർജ് ക്വാണ്ടിറ്റി ഓഫ് സൊല്യൂട്ട്. ബട്ട് ഇൻ റിയൽ ലൈഫ് ദീസ് കൈൻഡ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ക്യാൻ ആഡ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. ഒരു സാധനത്തിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ പറയുമ്പോൾ അത് ഡൈല്യൂട്ട് ആണോ കോൺസെൻട്രേറ്റ് ആണോ എന്ന് ലിമിറ്റ് ചെയ്താൽ തീരുമാനിക്കും നമുക്ക് അറിഞ്ഞൂടല്ലേ. ഏതിന് മേലെ പോയാലാണ് കോൺസെൻട്രേറ്റ് നമുക്ക് പറയാം, ഏതിന് താഴെ പോയാൽ ഡൈല്യൂട്ട് നമുക്ക് പറയാം. അങ്ങനെ ഒരു ക്ലിയർ കട്ട് ഡിവിഷൻ നമുക്കില്ല. അപ്പൊ അതിനേക്കാളും ക്വാളിറ്റേറ്റീവ് പറയുന്നതിനേക്കാളും ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ക്വാണ്ടിറ്റേറ്റീവ് പറഞ്ഞാൽ നമുക്കൊരു എക്സാക്ട് ഐഡിയ ആ സൊല്യൂഷനെ കുറിച്ച് കിട്ടും അല്ലേ. There are several ways by which we can describe the concentration of the solution quantitative. ഒരു കോൺസെൻട്രേഷൻ ക്വാണ്ടിറ്റേറ്റീവ് പറയാനുള്ള പല കോൺസെൻട്രേഷൻ ടേംസ് ഉണ്ട്. അത് ആദ്യം നമുക്ക് പറയാനുള്ളത് മാസ് പെർസെൻറ്റേജ് ആണ്. എന്താണ് സൊല്യൂഷൻ പറയുന്നത്? സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് അല്ലേ. അപ്പൊ നമ്മൾ ബൈനറി സൊല്യൂഷൻ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ മാസ് ഓഫ് ദി കമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? മാസ് ഓഫ് ദി സൊല്യൂട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം ഒന്നിലധികം സൊല്യൂട്ട് ഉണ്ടെങ്കിൽ കമ്പൗണ്ട് ഏത് സൊല്യൂട്ട് ആണോ പറയുന്നത് അതിന്റെ മാസ് ആയിരിക്കും മുന്നിൽ എഴുതുക. ഓക്കെ, ഇപ്പൊ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻ ദി സൊല്യൂഷൻ ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ. സൊല്യൂഷന്റെ മൊത്തത്തിലുള്ള വെയിറ്റ് ആണ് ഡിനോമിനേറ്ററിൽ ഉള്ളതെന്ന് ആലോചിക്കുക. സോൾവെന്റിന്റെ അല്ല, സോൾവെന്റിന്റെ സൊല്യൂഷത്തിലുള്ള വെയിറ്റ്, മൊത്തമുള്ള വെയിറ്റിൽ എത്ര ശതമാനമാണ് ഈ സൊല്യൂട്ടിന്റെ വെയിറ്റ്, അതാണ് മാസ് പെർസെന്റേജ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പൊ കോമ്പോണന്റ് മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100, അതാണ് ഇതിന്റെ മാസ് പെർസെന്റേജിന്റെ ഫോർമുല എന്ന് പറയുന്നത്. മാസ് പെർസെന്റേജിന് സിമ്പിൾ എന്ന് പറയുന്നത് W/W%. ഇതാണ് മാസ് പെർസെന്റേജിനെ ഉപയോഗിക്കുന്ന സിമ്പിൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ if a solution is described with 10% glucose in water by mass. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു സൊല്യൂഷൻ 10% ഗ്ലൂക്കോസ് ഇൻ വാട്ടർ നമുക്ക് തന്നിട്ടുണ്ട്. പറയാം ഫ്രം വോൺ ഗ്ലൂക്കോസ് സൊല്യൂഷൻ 10% നമുക്ക് തന്ന നേരത്തെ എന്താണ്? നമുക്ക് 100 gram സൊല്യൂഷൻ ഉണ്ടെങ്കിൽ 100 gram സൊല്യൂഷനിൽ 10 gram ഗ്ലൂക്കോസ് ഉണ്ടാവും ഇല്ലേ. അല്ലാണ്ട് ഇങ്ങനെ ചിന്തിക്കരുത്. എന്താണ് 10 gram ഗ്ലൂക്കോസ് എടുത്ത് 100 gram സോൾവെന്റ് ഇട്ട്
അങ്ങനെ ചിന്തിച്ചാൽ എന്താ പറ്റുക? അങ്ങനെ ചിന്തിച്ചാൽ ടോട്ടൽ സൊല്യൂഷന്റെ വെയിറ്റ് ഇപ്പൊ എന്താ ഇവിടെ 110 ഗ്രാം ആയില്ലേ? ആ 110 ഗ്ലൂക്കോസ് ഉള്ളൂ. സൊല്യൂഷൻ ആണ് 10% ഗ്ലൂക്കോസ് 100 ഗ്രാം സൊല്യൂഷൻ 100 ഗ്രാം പറഞ്ഞിരിക്കുന്നത് വോളിയം പെർസെന്റേജ് ആണ്. അപ്പൊ വോളിയം പെർസെന്റേജ് എന്ന് പറയുന്നത് നമ്മൾ മാസ് പെർസെന്റേജ് പറഞ്ഞതിന്റെ ആ മാസ് എടുത്ത് മാറ്റി ജസ്റ്റ് വോളിയം ആക്കുന്നു. ഇപ്പൊ ഇല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞു മാസ് പെർസെന്റേജ് ഫോർമുല എന്തായിരുന്നു? മാസ് ഓഫ് ദി കമ്പോണന്റ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. അപ്പൊ അതിന് പകരം വോളിയം ഓഫ് ദി കമ്പോണന്റ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100. അതാണ് വോളിയം പെർസെന്റേജിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 10% എത്തനോൾ സൊല്യൂഷൻ ഇൻ വാട്ടർ. ഇപ്പം 10% എത്തനോൾ സൊല്യൂഷൻ ഇൻ വാട്ടർ എന്ന് എങ്ങനെ പറയുക? 10% സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 ml ഓഫ് എത്തനോൾ ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ അല്ലേ? അല്ലെങ്കിൽ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? 10 ml ഓഫ് എത്തനോളും നമ്മൾ എന്തിന്റെ കൂടെ ആഡ് ചെയ്യും? 90 ml വാട്ടറുമായിട്ട് ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സൊല്യൂഷൻ എത്രയായി? 100 ml ആയി. 100 ml സൊല്യൂഷൻ ആയി. അപ്പോഴെന്തായി? 10 ml എത്തനോൾ നമുക്ക് 100 ml സൊല്യൂഷനിൽ ഉണ്ട്. ഫോർ എക്സാമ്പിൾ 10% ethanol solution in water means that 10 ml of ethanol is dissolved in water such that the total volume of the solution is 100 ml. അപ്പൊ നമുക്ക് ഇത് പ്രിപ്പയർ ആണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബീക്കറിൽ ഒരു 10 ml എത്തനോൾ നമ്മൾ എടുക്കുന്നു അല്ലേ? എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഫൈനൽ വോളിയം 100 ml ആക്കും. അപ്പൊ നമുക്ക് 10% എത്തനോൾ സൊല്യൂഷൻ കിട്ടി. ഓക്കെ. Solutions containing liquids are commonly expressed in this unit. For example, a 35% volume by volume solution of ethylene glycol and antifreeze is used in cars for cooling the engine. നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് പറയുന്നത് വോളിയം ബൈ വോളിയം പെർസെന്റേജിന്റെ 35% വോളിയം ബൈ വോളിയം പെർസെന്റേജ് എത്തിലീൻ ഗ്ലൈക്കോൾ 35% ആന്റിഫ്രീസ് ആയിട്ട് ഉപയോഗിക്കും ഫോർ കൂളിംഗ് ദി എഞ്ചിൻ. അറ്റ് ദിസ് കോൺസെൻട്രേഷൻ ദി ആന്റിഫ്രീസ് ലോവേഴ്സ് ദി ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ടു 255.4 കെൽവിൻ. ഇല്ലേ? നമുക്ക് ഈ ആന്റിഫ്രീസ് ഒഴിച്ചാൽ എന്താണ് അവിടെ വാട്ടറിന്റെ ഫ്രീസിംഗ് പോയിന്റ് അവിടെ -17.6 അല്ലെങ്കിൽ 255.4 കെൽവിൻ ആയിട്ട് കുറയും. ഓക്കെ. തണുപ്പ് രാജ്യങ്ങളിൽ വെള്ളം എന്താണ് ഇതിനകത്ത് ഐസ് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആന്റിഫ്രീസ് ഉപയോഗിക്കും. ഓക്കെ. അടുത്തത് മാസ് ബൈ വോളിയം പെർസെന്റേജ്. മാസ് ബൈ വോളിയം പെർസെന്റേജ് നമ്മൾ ബൈ വി ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ. അനന്തർ യൂണിറ്റ് വിച്ച് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ മെഡിസിൻ ആൻഡ് ഫാർമസീസ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. ഇത് നമ്മൾ കോമൺലി ഉപയോഗിക്കുന്നവരാണ് ഫാർമസിയിൽ. മരുന്നുകളിലൊക്കെ ഈ മാസ് ബൈ വോളിയം പെർസെന്റേജിലാണ് നമ്മൾ കോമ്പോസിഷൻ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ദി മാസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് ദി സൊല്യൂഷൻ. 100 ml സൊല്യൂഷനിൽ നമ്മൾ എത്ര സൊല്യൂട്ട് ഇടുന്നു ആ സൊല്യൂട്ട് എന്താണ് മാസാണ് നമ്മൾ പറയുന്നത്. 25 ഗ്രാം ഓഫ് ഒരു കമ്പോണന്റ് ഇല്ലേ? 25 ഗ്രാം ഓഫ് ഏതെങ്കിലും ഒരു സാധനം നമ്മൾ 100 ml സൊല്യൂഷനിൽ കലക്ട് ചെയ്ത് നമ്മൾ പറയാം നമുക്ക് 25% ഓഫ് മാസ് ബൈ വോളിയം പെർസെന്റേജ് നമുക്ക് പറയല്ലേ? അപ്പൊ അതാണ് മാസ് ബൈ വോളിയം പെർസെന്റേജിന്റെ. അപ്പം അതിന്റെ ആപ്ലിക്കേഷൻ അതിന്റെ ആപ്ലിക്കേഷൻ ആണ് അറിഞ്ഞിരിക്കുക. കൂടുതലും മരുന്നുകളിൽ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. അടുത്തത് പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യൺ എന്താണ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത്? നമ്മുടെ മാസ് പെർസെന്റേജ് പറഞ്ഞത് W/W പെർസെന്റേജ് നമ്മൾ മാസ് ഓഫ് ദി കോമ്പോണന്റ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ അത് ഇൻറ്റു 100 ആണ് ചെയ്തത് അല്ലേ? പക്ഷെ ഇവിടെ പെർ മില്യൺ ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ പെർ മില്യൺ ആകുമ്പോൾ അവിടെ 100ന് പകരം 10⁶ 10⁶ ആണ് ഒരു മില്യൺ. അപ്പൊ ആ 100ന് പകരം 10⁶ ആവുന്നു ഇവിടെ. അല്ലെങ്കിൽ നമുക്ക് പറയാം പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത് എന്താണ്? മാസ് പെർസെന്റേജ് ഇൻറ്റു 10⁴ ആണ് നമുക്ക് പറയില്ലേ? 100 × 10⁴ ആണ് 10⁶. സെയിം സാധനം തന്നെ, പക്ഷെ അത്രയും ചെറിയ ക്വാണ്ടിറ്റി ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ppm ആണ് ചില സമയത്ത് നമുക്ക് ഉപകാരപ്പെടും. സോ വെൻ എ സൊല്യൂട്ട് ഈസ് പ്രസന്റ് ഇൻ ട്രേസ് ക്വാണ്ടിറ്റീസ് അല്ലെ? ഒരു സൊല്യൂട്ട് വളരെ ചെറിയ ക്വാണ്ടിറ്റീസിലാണ് സൊല്യൂഷനിൽ ഉള്ളതെങ്കിൽ നമ്മൾ ppm ആണ് ഉപയോഗിക്കുന്നത്. ഇസ് കൺവീനിയന്റ് ടു എക്സ്പ്രസ് കോൺസെൻട്രേഷൻ ഇൻ പാർട്സ് പെർ മില്യൺ. പാർട്സ് പെർ മില്യന്റെ ഇക്വേഷൻ അവിടെ തന്നിട്ടുണ്ട്. എന്താണ്? നമ്പർ ഓഫ് പാർട്സ് ഓഫ് ദി കമ്പോണന്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പാർട്സ് ഓഫ് ഓൾ ദി കമ്പോണന്റ്സ് ഓഫ് ദി സൊല്യൂഷൻ അത് ഇൻറ്റു 10⁻⁶. ഈ പാർട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇത് ഒന്നുകിൽ മാസ് ആവാം അല്ലെ, വെയിറ്റ് പറയാം, അല്ലെങ്കിൽ വോളിയം പറയാം, എന്തും ആവാം. ഓക്കെ. അതാണ് ഇവിടെ പറയുന്നത്. as in the case of percentage concentration in parts per million can also be expressed as mass to mass, volume to volume and mass to volume. ഇതെല്ലാം ആയിട്ട് നമുക്ക് ppm ഉപയോഗിക്കില്ലേ? മാസ് ടു മാസ് ആവാം, വോളിയം ടു വോളിയം ആവാം, മാസ് ടു വോളിയം, ഇതെല്ലാം നമുക്ക് ppm ഡിനോട്ട് ചെയ്യാൻ പറ്റും.
A liter of sea water which weighs 1030 gram contains about 6 into 10 raised to minus 3 gram of dissolved oxygen. നമുക്ക് 1 ലിറ്റർ സീ വാട്ടർ കടൽ വെള്ളത്തിന്റെ വെയിറ്റ് നമുക്ക് കാണിക്കുന്നത് 1030 gram ആണ്. അപ്പൊ 1030 gram സൊല്യൂഷനിൽ അവിടെ ഉള്ള ഓക്സിജന്റെ എമൗണ്ട് എത്ര? 6 into 10 raised to minus 3 gram of dissolved oxygen. അപ്പൊ അത്രയും ചെറിയ ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ ആണ് നമുക്ക് 1 ലിറ്റർ സീ വാട്ടറിലുള്ളത്. അപ്പൊ നമുക്ക് മാസ് പെർസെന്റേജ് എടുത്ത് ഡിനോട്ട് ചെയ്യുന്ന നോക്കി അത്രയും ചെറിയ വാല്യൂ ആണ് കിട്ടുക. പക്ഷെ അതിന് പകരം നമ്മൾ അതിന് PPM ആക്കിയാൽ എന്താ നമുക്ക് എന്താണ് 5.8 PPM ഒക്കെ പറയാൻ പറ്റും. ഈ ക്വാണ്ടിറ്റി നമ്മൾ PPM ആക്കുമ്പോൾ അത്ര ചെറിയ ക്വാണ്ടിറ്റി ആവുന്നില്ല. അപ്പൊ അത്രയും ട്രേസ് എമൗണ്ടിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ PPM ഉപയോഗിക്കുന്നത്. The concentration of pollutants in water or atmosphere is often expressed in terms of microgram per ml or PPM. എന്താണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിലോ വാട്ടറിലുള്ള പൊല്യൂട്ട്സിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ ഇപ്പോഴും PPM-ലോ മൈക്രോഗ്രാം പെർ ml ഈ ക്വാണ്ടിറ്റി എന്താണ് യൂണിറ്റ്സിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത കോൺസെൻട്രേഷൻ ടേബിൾ എന്ന് പറയുന്നത് മോൾ ഫ്രാക്ഷൻ. കോമൺലി യൂസ്ഡ് സിമ്പിൾ ഫോർ മോൾ ഫ്രാക്ഷൻ ഈസ് ഹൈ. ഈ എക്സ് എന്നത് ഹൈ എന്നാണ് പറയുന്നത്. ആൻഡ് സബ്സ്ക്രിപ്റ്റ് യൂസ്ഡ് ഓൺ ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി high denotes the component. It is defined as mole fraction of a component എന്ന് പറയുന്നത് number of moles of the component by total number of moles of all the components. അപ്പൊ നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയത് A എന്ന് പറയുന്ന ഒരു സൊല്യൂട്ടും B എന്ന് പറയുന്ന ഒരു സോൾവെന്റും കൂടെ മിക്സ് ചെയ്താണ് ഒരു സൊല്യൂഷൻ ഉണ്ടായെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എടുത്ത സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നമ്മൾ NA എന്ന് എടുക്കും. നമുക്ക് ഇവിടെ എടുക്കുന്ന സോൾവെന്റിന്റെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ NB എന്ന് എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് A ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ A എത്ര മോൾ ഉണ്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് A എടുക്കുകയാണെങ്കിൽ ഹൈ A ഡിനോട്ട് ചെയ്യും എന്ന് പറയുന്നത് എന്താണ് NA ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തായിരിക്കും NA പ്ലസ് NP അല്ലേ. അപ്പൊ ഇവിടെ അടുത്ത മോൾ ഫ്രാക്ഷൻ ഓഫ് B എന്ന് പറയുന്നത് എന്തായിരിക്കും സെയിം തന്നെ വരും NB ബൈ NA പ്ലസ് NB എന്ന് വരും. ഇനി അതല്ലേ ഇവിടെ രണ്ടിൽ കൂടുതൽ കമ്പോണൻസ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ, സൊല്യൂട്ട് എന്ന് പറയുന്ന ഒരു C എന്ന് പറയുന്ന ഒരു സൊല്യൂട്ടും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് NC കൂടെ വന്നേ അല്ലേ. അപ്പം ഇവിടെ NC കൂടെ വന്നതിന് ഇവിടെ ഒരു NC കൂടെ വന്നു. ഈ എഴുതിയാല് NC ബൈ NA പ്ലസ് NB പ്ലസ് NC വന്നു. അപ്പൊ നമുക്ക് മോൾ ഫ്രാക്ഷൻ എന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസിൽ എന്താണ് നമ്മുടെ കമ്പോണന്റ് എത്ര മോൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, അതാണ് മോൾ ഫ്രാക്ഷന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അതാണ് തന്നേക്കുന്ന ഇക്വേഷൻ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ കോമ്പോണന്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി കോമ്പോണന്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കോമ്പോണന്റ്. നമുക്ക് വേണ്ട കോമ്പോണന്റ് നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എല്ലാ കോമ്പോണൻസിന്റെയും ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് നമ്മൾ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇൻ എ ബൈനറി മിക്സർ if the number of moles of A and B are NA and NB respectively, the mole fraction of A will be, നമുക്ക് രണ്ട് കോമ്പോണന്റ് ഉണ്ട്, അതിന്റെ രണ്ടിന്റെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് അറിയാമെങ്കിൽ A ഒരു കോമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് NA ബൈ NA പ്ലസ് NB ആണ്. ഫോർ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് I നമ്പർ ഓഫ് കമ്പോണൻസ്, ഒരു സൊല്യൂഷൻ നമുക്ക് I നമ്പർ ഓഫ് കമ്പോണൻസ് ഉണ്ടെങ്കിൽ I എന്ന് പറയുന്നത് NI ബൈ N1 പ്ലസ് N2 പ്ലസ് എക്സെട്ര അപ് ടു NI. ഇനി നമുക്ക് എഴുതാം NI ബൈ സിഗ്മ NI നമുക്ക് എഴുതാം ഇല്ലേ. ഈ I എന്ന് പറയുന്നത് ലാസ്റ്റ് വരുന്ന ith നമ്പർ ഓഫ് കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ. ഓക്കെ, it can be shown that in a given solution sum of all the mole fractions is unity. അല്ലേ, ഒരു സൊല്യൂഷൻ ഉണ്ട്, അതിനകത്തുള്ള എല്ലാ കമ്പോണൻസിന്റെയും മോൾ ഫ്രാക്ഷൻ നമുക്ക് അറിയാമെങ്കിൽ അതിന്റെ എല്ലാ മോൾ ഫ്രാക്ഷന്റെ സം നമുക്ക് എന്ത് കിട്ടും 1 ആണ് കിട്ടും. ഇപ്പൊ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 3 കമ്പോണൻസ് ഉണ്ട് അല്ലേ, 3ന്റെ മോൾ ഫ്രാക്ഷൻ നമുക്കറിയാം A, B, C അല്ലേ. അതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടാം A പ്ലസ് B പ്ലസ് C. ആഡ് ചെയ്താൽ നമുക്ക് NA ബൈ NA പ്ലസ് NB പ്ലസ് NC, അതുപോലെ NB ബൈ NA പ്ലസ് NB പ്ലസ് NC. C എന്ന് പറയുന്നത് NC ബൈ NA പ്ലസ് NB പ്ലസ് NC. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ
ഇപ്പൊ എന്താ കിട്ടുക? Na പ്ലസ് Nb പ്ലസ് Nc ബൈ Na പ്ലസ് Nb പ്ലസ്. ഇപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ സെയിം ആയാലും നമുക്കറിയാം എന്താണത് 1 ആണ്. ഒരു സൊല്യൂഷന്റെ എല്ലാ കമ്പോണൻസിന്റെയും മോൾ ഫ്രാക്ഷൻ നമുക്ക് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ യൂണിറ്റ് അല്ലെങ്കിൽ 1 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ. മോൾ ഫ്രാക്ഷൻ യൂണിറ്റ് is very useful in relating some physical properties of solution. Say vapor pressure with the concentration of the solution and quite useful in describing the calculation. അപ്പൊ നമുക്ക് എന്താണ് വേപ്പർ പ്രഷർ പോലുള്ള പ്രോപ്പർട്ടീസ് സൊല്യൂഷനായിട്ട് കമ്പയർ എന്താണ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ അങ്ങനത്തെ കാൽക്കുലേഷൻ വരുമ്പോൾ നമുക്ക് മോൾ ഫ്രാക്ഷൻ ഉപയോഗിക്കേണ്ടി വരും. അതൊക്കെ നമുക്ക് പിന്നീട് വേപ്പർ പ്രഷർ പഠിക്കുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ. ഇത് നമുക്ക് പറയുന്നത് മൊളാരിറ്റി എം. മൊളാരിറ്റി എം ക്യാപിറ്റൽ എം വെച്ചാണ് പറയുന്നത്. സ്മോൾ എം അല്ല, സ്മോൾ എം എന്ന് പറയുന്നത് മൊളാരിറ്റി ആണ്. ക്യാപിറ്റൽ എം എന്ന് പറയുന്നതാണ് മൊളാരിറ്റി ഡിനോട്ട് ഉപയോഗിക്കുന്നത്. Molarity is defined as the number of moles of solute dissolved in 1 liter of the solution. അപ്പോൾ നമുക്ക് molarity equation എന്താണ്? moles of solute by volume of solution in liter. ഇപ്പൊ ലിറ്ററിൽ ആണ് വോളിയം ഓഫ് സൊല്യൂഷൻ ഡിനോമിനേറ്ററിൽ കൊടുക്കണം. ഫോർ എക്സാമ്പിൾ 0.25 മോൾ പെർ ലിറ്റർ അല്ലേ? നമുക്കറിയാം 0.25 മോൾ പെർ ലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? അതാണ് മൊലാരിറ്റി എന്നാണ്. അപ്പോൾ 0.25 മോൾ പെർ ലിറ്റർ എന്ന് എഴുതിയാലും 0.25 മോളാർ എന്ന് എഴുതിയാലും സെയിം സാധനമാണ്. So 0.25 mole of solution of NaOH means that 0.25 mole of NaOH has been dissolved in 1 liter. ഇതിപ്പോൾ 1 ലിറ്റർ സൊല്യൂഷനിൽ നമുക്ക് 0.25 മോൾ NaOH ഉണ്ട്. അങ്ങനെയുള്ള സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് തന്നെ വിളിക്കാം അത് 0.25 മോളാർ സൊല്യൂഷൻ ആണ് പറയാം. ഓക്കെ. ഒരു സൊല്യൂഷൻ 1 മോളാർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരു സൊല്യൂഷൻ 1 മോളാർ എന്ന് പറഞ്ഞാൽ അർത്ഥം 1 ലിറ്റർ സൊല്യൂഷനിൽ എന്താ ഉള്ളത്? 1 മോൾ ഓഫ് സൊല്യൂട്ട് ഉണ്ട്. അതാണ് ഒരു മോളാറിന്റെ ഡെഫിനിഷൻ എന്ന് പറയും. മൊളാരിറ്റിയുടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് നോക്കാം. കാൽക്കുലേറ്റ് ദി മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram of NaOH in 450 ml സൊല്യൂഷൻ. ഓക്കെ. അപ്പൊ നമുക്ക് 450 ml സൊല്യൂഷനിൽ 5 gram NaOH മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന്റെ മൊളാരിറ്റി കണ്ടുപിടിക്കാൻ പറയാം അല്ലേ? മൊളാരിറ്റി നമുക്കറിയാം എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എന്താണ്? ഇൻ ലിറ്റേഴ്സ്. അപ്പൊ ഇപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് എങ്ങനെ കിട്ടുക? 5 gram NaOH ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ്. മോളിക്കുലർ മാസ് എത്രയാണ്? 40 അല്ലേ? 5/40 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ എന്ന് പറയുന്നത് എത്ര? കൂടെ 450 ml തന്നിട്ടുണ്ട്. 450 ml നമുക്ക് ml നമുക്ക് ലിറ്റർ ആക്കാം അല്ലേ? വോളിയം ഓഫ് സൊല്യൂഷൻ നമുക്ക് ലിറ്ററിലാണ് വേണ്ടത്. അതാണ് ലിറ്റർ ആക്കാൻ നമ്മൾ ബൈ 1000. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇവിടെ തന്നിട്ടുണ്ട് 0.278. ഇങ്ങനെ നമുക്ക് മൊലാരിറ്റി കണ്ടുപിടിക്കും. ഓക്കെ. അടുത്ത നമുക്ക് പറയാനുള്ളത് മൊലാരിറ്റി. മൊലാരിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെന്റ് ആൻഡ് ഇസ് എക്സ്പ്രസ്ഡ്. നമുക്ക് എന്താണ് ഇവിടെ സെയിം നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് തന്നെ മേളിൽ വരുന്നത്, പക്ഷെ താഴെ ഡിനോമിനേറ്ററിലുള്ളത് മാറി. ഇവിടെ നമുക്ക് സോൾവെന്റിന്റെ വെയിറ്റ് ഇൻ kg അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം മൊലാരിറ്റി ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ എം വെച്ച്. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 1 mole per kilogram. 1 mole per kilogram എന്ന് പറഞ്ഞാൽ മോളല്ല. 1 molar solution of KCl means that 1 mole അല്ലെങ്കിൽ 74.5 gram of KCl എന്താണ്? 1 kg വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ നമ്മൾ 1 molar സൊല്യൂഷൻ എന്ന് വിളിക്കും. ഈച്ച് മെത്തേഡ് ഓഫ് എക്സ്പ്രസിംഗ് കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ ഹാസ് ഇറ്റ്സ് ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഇപ്പൊ എന്താണ്? ഓരോ കോൺസെൻട്രേഷൻ്റെ അതിൻ്റെതായ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. Mass percentage, ppm, mole fraction and molarity are independent of temperature, whereas molarity is a function of temperature. Mass percentage, ppm, mole fraction, molarity ഇതെല്ലാം ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് എന്ന് പറയാൻ കാരണം എന്താണ്? അതിനകത്ത് എന്താണ്? വോളിയം കമ്പോണന്റ് വരുന്നില്ല. നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ വോളിയം മാറുന്നതനുസരിച്ച് മൊലാരിറ്റി മാറും. കാരണം അതിന്റെ ഡിനോമിനേറ്ററിൽ വോളിയം ലിറ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ? പക്ഷെ ബാക്കിയുള്ള ഈ കമ്പോണൻസിലൊന്നും വോളിയം വരുന്നില്ല. അപ്പം ഇതൊന്നും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് അല്ല. അതാണ് പറഞ്ഞേക്കുന്നത്. This is because volume depends on the temperature and mass does not depend on temperature. ഈ മാസ് എന്ന് പറയുന്നത് ടെമ്പറേച്ചറിനനുസരിച്ച് മാറുന്ന സാധനം. അത് പറയാനുള്ളത് solubility. Solubility of a substance is its maximum amount that can be dissolved in a specified amount of solvent at a specified temperature. അപ്പോൾ എന്താണ്? ഒരു സ്പെസിഫൈഡ് ടെമ്പറേച്ചറിൽ ഒരു സോൾവെന്റിൽ എത്ര എന്താണ് സൊല്യൂട്ട് നമുക്ക് ഡിസോൾവ് ചെയ്യിക്കാൻ പറ്റുമോ അതാണ് ആ സോൾവെന്റിന്റെ എനിക്ക് ആ സൊല്യൂട്ടിന്റെ ആ സോൾവെന്റിലുള്ള സോലബിലിറ്റി നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു സൊല്യൂട്ടിന്റെ ഒരു സോൾവെന്റിലുള്ള സോലബിലിറ്റി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നേച്ചറിനും ഡിപ്പെൻഡ് ചെയ്യുന്നു.
മാത്രമല്ല നമ്മൾ ഡിസോൾവ് ചെയ്യാൻ നോക്കുന്ന ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഡിപ്പെൻഡ് ചെയ്ത് ഇല്ല. നമുക്കറിയാം നമ്മൾ ഷുഗർ സൊല്യൂഷൻ മിക്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ വെള്ളത്തിൽ പഞ്ചസാര കഴിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം വെള്ളം ചൂട് വെള്ളമാണെങ്കിൽ നമുക്കറിയാം കൂടുതൽ ഷുഗർ ഡിസോൾവ് ചെയ്യും അല്ലേ. കാരണം എന്താണ്, സാധാ വെള്ളത്തിലും ചൂടുവെള്ളത്തിലാണ് ഡിസോൾവ് ചെയ്യുന്നതെങ്കിൽ ചൂടുവെള്ളത്തിൽ കൂടുതൽ ഷുഗർ ഡിസോൾവ് ചെയ്യും. കാരണം എന്താണ്, അതിന്റെ ടെമ്പറേച്ചർ കൂടുതലാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ മാറിയപ്പം ഒരു സബ്സ്റ്റൻസിന്റെ സോൾവെന്റിനുള്ള സോലബിലിറ്റി മാറും. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ലെറ്റ് us കൺസിഡർ ദി എഫക്ട് ഓഫ് ദീസ് ഫാക്ടേഴ്സ് ഇൻ എ സൊല്യൂഷൻ ഓഫ് എ സോളിഡ് ഓർ എ ഗ്യാസ് എന്ന് പറയും. അപ്പൊ എന്താണ്, ഒരു സോളിഡ് ഇൻ ലിക്വിഡ് അല്ലെങ്കിൽ ഗ്യാസ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ ഈ സാധനങ്ങൾ എങ്ങനെയാണ് സോലിബിലിറ്റി മാറ്റുന്നത് നമുക്ക് നോക്കാം. കുറച്ച് നമ്മൾ ആദ്യം തന്നേക്കുന്നത് സോലിബിലിറ്റി ഓഫ് എ സോൾഡ് ഇൻ ലിക്വിഡ്. സോൾഡ് ഇൻ ലിക്വിഡിനാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞ ഷുഗർ സൊല്യൂഷൻ പറയാം, സോൾഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. എവറി സോളിഡ് ഡസ് നോട്ട് ഡിസോൾവ് ഇൻ എ ഗിവൻ ലിക്വിഡ്. ഇപ്പൊ ഒരു ഗിവൺ സോൾവെന്റിലും എല്ലാ സോളിഡിനും നമുക്ക് ഡിസോൾവ് ചെയ്യാൻ പറ്റത്തില്ല. വൈൽ സോഡിയം ക്ലോറൈഡ് ആൻഡ് ഷുഗർ ഡിസോൾവ് റെഡിലി ഇൻ വാട്ടർ, നാഫ്തലീൻ ആൻഡ് ആന്ത്രസീൻ ഡു നോട്ട്. ഇല്ലേ, ഇപ്പൊ സോഡിയം ക്ലോറൈഡ് ഷുഗറും എന്താണ് വാട്ടറിൽ റെഡിലി ഡിസോൾവ് ആകും. നാഫ്തലീനും ആന്ത്രസീനും ഡിസോൾവ് ചെയ്യാറില്ല. ഓൺ ദി അതർ ഹാൻഡ് നാഫ്തലീൻ ആൻഡ് ആന്ത്രസീൻ ഡിസോൾവ് റെഡിലി ഇൻ ബെൻസീൻ ബട്ട് സോഡിയം ക്ലോറൈഡ് ആൻഡ് ഷുഗർ ഡു നോട്ട്. അപ്പൊ എന്താണ്, ബെൻസീനിൽ നാഫ്തലീനും ആന്ത്രസീനും ഡിസോൾവ് ആവാറുണ്ട്, പക്ഷെ സോഡിയം ക്ലോറൈഡും ഷുഗറും ഡിസോൾവ് ചെയ്യാറില്ല. അപ്പൊ ഇതിന്റെ കാരണം എന്താണ് നമുക്കറിയാം. ഈ തന്നേക്കുന്ന സോൾവെന്റ്സിൽ അല്ലേ, പറയാം ബെൻസീൻ എന്ന് പറയുന്ന ഒരു നോൺ പോളാർ സോൾവെന്റ് ആണ് അല്ലേ. പക്ഷെ വാട്ടർ എന്ന് പറയുന്ന ഒരു പോളാർ സോൾവെന്റ് ആണ്. അതിനകത്ത് ഇലക്ട്രോൺ ക്ലൗഡിന്റെ ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ വാട്ടർ മോളിക്യൂൾ എടുത്താൽ ഓക്സിജൻ ഹൈഡ്രജനും എടുത്താൽ ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇലക്ട്രോൺ ക്ലൗഡിന്റെ ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് അവിടെ ഒരു പോളാർ നേച്ചർ ആ സോൾവെന്റ് ഉണ്ട്. ഒരു പോളാർ സൊല്യൂട്ടാണ് നമ്മൾ സോൾവെന്റ്, ഒരു പോളാർ സോൾവെന്റ് ലൈക്ക് ഡിസോൾവ് ലൈക്ക് എന്ന് ആലോചിക്കുമ്പം ഒരു പോളാർ സോൾവെന്റ് എപ്പോഴും ഒരു പോളാർ സൊല്യൂട്ടിനെ ഡിസോൾവ് ചെയ്യത്തുള്ളൂ. അതേപോലെ തന്നെ നോൺ പോളാർ സോൾവെന്റ് ആണെങ്കിൽ നോൺ പോളാർ സൊല്യൂട്ടിനെ അത് ഡിസോൾവ് ചെയ്യത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ സോളിഡ് സൊല്യൂട്ട് ഈസ് ആഡഡ് ടു ദ ഇവിടെ അല്ലേ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ പോളാർ സോൾവെന്റ്സ് ആൻഡ് നോൺ പോളാർ സൊല്യൂട്ട്സ് ഇൻ നോൺ പോളാർ. In general, a solute dissolves in a solvent if the intermolecular interactions are similar in the two, as we may say like dissolved state. അപ്പൊ എന്താണ്, ഒരു പോളാർ സോൾവെന്റിലെ ഒരു പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ആവും, ഒരു നോൺ പോളാർ സോൾവെന്റിലെ ഒരു നോൺ പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ആക്കുന്നത്. അതാണ് അറിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് ഒന്ന് അറിഞ്ഞിരിക്കുക. When a solid solute is added to the solvent, some solute dissolves and its concentration increases in solution. This process is known as dissolution. നമ്മളൊരു കണ്ടെയ്നറിൽ നമ്മൾ സോൾവെന്റ് എടുത്ത് വെച്ചിരിക്കുന്നത്, അതിനകത്തേക്ക് നമ്മൾ കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ആ ആഡ് ചെയ്ത സൊല്യൂട്ടിൽ കുറച്ച് അതിനകത്ത് ഡിസോൾവ് ആവണം അല്ലേ. ആ പ്രോസസ്സിന് നമ്മൾ ഡിസൊല്യൂഷൻ എന്ന് വിളിച്ചു. Some solute particles in solution collide with these solid solute particles and get separated out of solution. This process is known as crystallization. അപ്പൊ എന്താ, നമുക്ക് കണ്ടെയ്നറിൽ നമ്മൾ സൊല്യൂട്ട് ഇട്ടാല് കുറച്ച് ഈ സൊല്യൂട്ടിന് കുറച്ച് ഡിസോൾവ് ആയിട്ട് നമ്മുടെ സൊല്യൂഷനിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇങ്ങനെ നിൽക്കുന്നു അല്ലേ. ഇങ്ങനെ ഡിസോൾവ് ആവുന്ന നമ്മൾ ഡിസൊല്യൂഷൻ വിളിക്കും. അതേ സമയം തന്നെ ഈ ഡിസോൾവ് ആയി നിൽക്കുന്നതും ഡിസോൾവ് ആവാതെ നിൽക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസ് തമ്മിൽ ഇന്ററാക്ഷൻ അല്ലേ. ഈ ഡിസോൾവ് ആയി നിൽക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾ പോയി ഡിസോൾവ് ആവാണ്ട് നിൽക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇടിക്കുമ്പോൾ എന്ത് പറ്റുന്നു, ആ പാർട്ടിക്കിൾ റീക്രിസ്റ്റലൈസ് ചെയ്ത് വീണ്ടും അൺഡിസോൾവ് ആയിട്ട് മാറുന്നു. അതിന് നമ്മൾ ക്രിസ്റ്റലൈസേഷൻ എന്ന് വിളിക്കുന്നു. അപ്പൊ അതിന് സ്ഥാനം എടുക്കാൻ വേണ്ടി ഇവിടെ അൺഡിസോൾവ് ആയിട്ട് നിന്ന സൊല്യൂട്ട് തിരിച്ച് സൊല്യൂഷനിലേക്ക് പോകും. അപ്പൊ നമുക്ക് പറയാം, ഇക്വിലിബ്രിയം എന്ന ചാപ്റ്റർ പഠിക്കും ഇവിടെ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടും സോളിഡ് സൊല്യൂട്ടും തമ്മിൽ ആ സൊല്യൂഷൻ അലിയാണ്ട് കിടക്കുന്ന സൊല്യൂട്ടും തമ്മിൽ എന്താണ് ഒരു ഇക്വിലിബ്രിയം അവിടെ ഉണ്ട്. സൊല്യൂഷനിലുള്ള സൊല്യൂട്ട് അത് പോയി റീക്രിസ്റ്റലൈസ് ചെയ്ത് താഴോട്ട് പോകുമ്പോൾ അലിയാണ്ട് കിടന്ന ആ സൊല്യൂട്ട് എന്താണ് അതിന്റെ സ്ഥാനം എടുക്കാൻ വേണ്ടി തിരിച്ച് സൊല്യൂഷനിലേക്ക് അലിഞ്ഞു കയറും. ഇങ്ങനെ ഒരു
ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലൂടെ എക്സിസ്റ്റ് ചെയ്യുന്നത് അവിടെ പറയുന്നത്. Some solute particles in solution collide with the solid solute particles and get separated out of solution. This process is known as crystallization. This process is known as crystallization. A stage is reached when the two processes occur at the same rate. ഇപ്പോൾ ഒരു സ്റ്റേജിൽ എന്താണ് ഈ രണ്ട് പ്രോസസ്സും ഒരേ റേറ്റിൽ നടക്കും. അപ്പൊ ആ റേറ്റിനെ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. Under such conditions, number of solute particles going into solution will be equal to the solute particles separating out and a state of dynamic equilibrium stage. അപ്പൊ എന്താണ് ഇവിടെ എത്ര സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സൊല്യൂഷനിൽ നിന്ന് തിരിച്ച് ക്രിസ്റ്റലൈസ് ആവുന്നു അത്രയും നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് സൊല്യൂഷനിലേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഡിസൊല്യൂഷൻ ക്രിസ്റ്റലൈസേഷൻ ഒരേ റേറ്റ് നടക്കുന്ന ഈ സ്റ്റേറ്റിനെ അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് എന്താണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ എന്താണ് അവിടെ നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും കാണില്ല. കാരണം എത്രത്തോളം ക്രിസ്റ്റലൈസ് ആവുന്നു അത്ര തന്നെ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വെളിയിൽ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ചേഞ്ച് നടക്കുന്നില്ല. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു ചേഞ്ച് എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഇക്വിലിബ്രിയത്തിനെ നമ്മൾ ഡൈനാമിക് ഇക്വിലിബ്രിയമാണ് വിളിച്ചത്. At this stage, the concentration of solute in solution will remain constant under the given condition. ഇല്ലേ, ഈ തന്നേക്കുന്ന നമ്മൾ ആ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്ത കണ്ടീഷൻസിൽ മാറ്റമൊന്നും വരുത്തിയില്ലെങ്കിൽ എന്താണ് ആ സൊല്യൂഷനിലെ കോൺസെൻട്രേഷൻ കോൺസ്റ്റന്റ് ആയിട്ട്. Similar process is followed when gases are dissolved in liquid solvent. ഇതേ പ്രോസസ് തന്നെ നമ്മൾ ലിക്വിഡ് സോൾവെന്റ്സിൽ ഗ്യാസ് മിക്സ് ചെയ്യും. Such a solution in which no more solute can be dissolved at the same temperature and pressure is called a saturated solution. അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമുക്ക് ഓൾറെഡി മിക്സ് ചെയ്തതിനേക്കാൾ കൂടുതൽ സൊല്യൂട്ട് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ സൊല്യൂഷനെ നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ വിളിക്കും. അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ is one in which more solute can be dissolved at the same temperature. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു സൊല്യൂഷൻ നമുക്ക് ഇനിയും കൂടുതൽ സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സൊല്യൂഷനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ വിളിച്ചു. Which is in dynamic equilibrium with undissolved solute is the saturated solution and contains the maximum amount of solute dissolved in a given amount of solvent. ഇപ്പൊ നമുക്ക് ഈ ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ആ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആവും. അല്ലെങ്കിൽ എന്താണ് സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഡിസോൾവ് ആയി പോകുന്നതിന്റെ എമൗണ്ട് ആയിരിക്കും കൂടുതൽ. കാരണം അതിന്റെ മാക്സിമം സോളിബിലിറ്റി എത്തിയിട്ടില്ല. ഇപ്പൊ ഡിസ്ക്രിസ്റ്റലൈസേഷനേക്കാളും ഡിസൊല്യൂഷൻ കൂടുതൽ നടക്കും. ഫൈനലി അത് ഇക്വിലിബ്രിയം എത്തും. അതായിരിക്കും ഇവിടെ നടക്കും. The solution which is in dynamic equilibrium with undissolved solute is the saturated solution. ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ടായി കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ് ആ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് ആണ്. And it contains the maximum amount of solute dissolved in a given amount of solvent. ഇപ്പോൾ ഒരു given amount of solventൽ നമുക്ക് മാക്സിമം ഡിസോൾവ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂട്ട് അത് ഓൾറെഡി നമുക്ക് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞു. ഈ ഡൈനാമിക് ഇക്വിലിബ്രിയം കഴിഞ്ഞു എത്തിക്കഴിഞ്ഞാൽ. Thus the concentration of solute in such a solution is its solubility. ഇപ്പൊ ഇങ്ങനെ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്ത ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂട്ട് ആണ് നമ്മൾ എന്ത് ആ സൊല്യൂഷന്റെ ആ സൊല്യൂഷനിലുള്ള സോൾവെന്റിലുള്ള മാക്സിമം സോളിബിലിറ്റി എന്ന് പറയാം. അല്ലേ, അപ്പൊ നമുക്കറിയാം ഈ ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ടായത് നമ്മൾ 100 ml സോൾവെന്റിൽ നമ്മൾ 5 ഗ്രാം ഇട്ടപ്പോഴാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടായെന്ന് വിചാരിക്കും. ഓക്കെ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ 5 ഗ്രാം ഇട്ടപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 5 ഗ്രാം ആണ് എന്ത് 100 ml സോൾവെന്റിലുള്ള ഇതിന്റെ സോലിബിലിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എപ്പോഴാണോ ഒരു സൊല്യൂഷനിലും ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാകുന്നത് ആ സമയത്തുള്ള സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ആണ് അതിന്റെ സോലിബിലിറ്റി നമ്മൾ വിളിക്കുന്നത്. Earlier we have observed that solubility of one substance into another depends on the nature of substance. In addition to the variables, two other parameters, temperature and pressure, also controls this phenomenon. അല്ലേ, വളരെ ലൈക്ക് ഡിസോൾവ്സ് ലൈക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ പ്രഷറിനും ടെമ്പറേച്ചറിനും സോലിബിലിറ്റിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. ഓരോ എഫക്റ്റ് എന്താ നമുക്ക് നോക്കാം. ആദ്യം എഫക്ട് ഓഫ് ടെമ്പറേച്ചർ. The solubility of a solid in a liquid is significantly affected by temperature. അല്ലേ, ഒരു സോളിഡിനെ ലിക്വിഡുള്ള സോലിബിലിറ്റി ടെമ്പറേച്ചറിന് ഒരുപാട് ഡിപ്പെൻഡന്റ് ആണ്. നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ കലക്കുന്ന പോലെ ടെമ്പറേച്ചർ കൂട്ടിയാൽ സോലിബിലിറ്റി കൂടുന്നു. കൺസിഡർ ദി ഇക്വിലിബ്രിയം റിപ്രസെന്റഡ് ബൈ ഇക്വേഷൻ 1.10. ഇപ്പോൾ ഏതാണ് 1.10? ഈ സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് എന്താണ് സൊല്യൂഷനുമായിട്ട് ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നു. This being a dynamic equilibrium must follow Le-Chatelier's principle. അല്ലേ, Le-Chatelier's പ്രിൻസിപ്പിൾ എന്താണ് പറയുന്ന ഒരു ഇക്വിലിബ്രിയം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തിയാൽ ഇക്വിലിബ്രിയം വിൽ ഷിഫ്റ്റ് ടുവേർഡ്സ് എന്തിനാണ് ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്ത് എന്ത് സംഭവിക്കുന്നു ആ ചേഞ്ചിനെ ഇല്ലാണ്ടാക്കുന്ന രീതിയിൽ
equilibrium shift ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. In general, if in a nearly saturated solution, the dissolution process is endothermic. ഇല്ല, നമുക്ക് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത് എൻഡോതെർമിക് റിയാക്ഷൻ ആണെങ്കിൽ, നിയർലി സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് പറ്റണം? ഡിസൊല്യൂഷൻ പോകും. ആലോചിക്കുക, സൊല്യൂട്ട് സോളിഡ് സ്റ്റേറ്റിൽ കിടക്കുന്ന സൊല്യൂഷന്റെ സോളിഡ് സ്റ്റേറ്റിൽ കിടക്കുന്ന സൊല്യൂഷനിലേക്ക് മാറുന്നത്, സൊല്യൂഷനുള്ള സൊല്യൂട്ടായിട്ട് മാറുന്നത് എൻഡോതെർമിക് ആയിട്ടുള്ള പ്രോസസ് ആണെങ്കിൽ, എനിക്ക് Δh പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്ത് പറ്റണം? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ആ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ആയി. അപ്പൊ ആ ഇക്വിലിബ്രിയം എന്താണ് നോക്കുന്നത്? ആ ഉണ്ടായ ചേഞ്ചിനെ ഇല്ലാണ്ടാക്കാൻ നോക്കണം. അപ്പൊ ടെമ്പറേച്ചർ കൂടിയതാണ് ഇവിടെ ഉണ്ടായ ചേഞ്ച്. അപ്പൊ ടെമ്പറേച്ചറിനെ കുറയ്ക്കാൻ വേണ്ടി എന്ത് പറ്റണം? ഇത് കൂടുതൽ ഹീറ്റിനെ കൺസ്യൂം ചെയ്യണം. അപ്പൊ ഇവിടെ കൂടുതൽ ഹീറ്റിനെ കൺസ്യൂം ചെയ്യണമെങ്കിൽ എന്താണ്? ഫോർവേഡ് റിയാക്ഷൻ എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, അല്ലേ? അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ ഉണ്ടായ ടെമ്പറേച്ചർ റൈസിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി കൂടുതൽ ഹീറ്റിനെ കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിയാക്ഷൻ ഫോർവേഡ് കൂടുതൽ നടന്ന് കൂടുതൽ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നു. അതാണ് സാധാരണ ഒരു സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷനിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുക ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത്, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ സോലിബിലിറ്റി കൂടുന്നത്. കാരണം അവിടുത്തെ ഇക്വിലിബ്രിയം ഡിസ്റ്റർബ് ആയി. അപ്പം ഉണ്ടായ ചേഞ്ചിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി, ഉണ്ടായ ചേഞ്ച് പറയുന്നത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇല്ലാണ്ടാക്കാൻ വേണ്ടി കൂടുതൽ എൻഡോതെർമിക് റിയാക്ഷൻ, ഫോർവേഡ് റിയാക്ഷൻ നടക്കും. അടുത്ത എഫക്റ്റ് ഓഫ് പ്രഷർ ആണ് പറയാൻ. പ്രഷർ ഡസ് നോട്ട് ഹാവ് എനി സിഗ്നിഫിക്കന്റ് എഫക്ട് ഓൺ സോലിബിലിറ്റി ഓഫ് സോളിഡ്സ് ഇൻ ഗ്യാസ്, അല്ലേ? സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് എന്ന സൊല്യൂഷനിൽ പ്രഷറിന് വലിയ റോളില്ല. പക്ഷേ ഗ്യാസ് ആൻഡ് ലിക്വിഡ്സ് വയ്ക്കുമ്പോൾ പ്രഷറിന് റോളാണ്. അപ്പൊ സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് എന്തുകൊണ്ടാണ് ഇതിന് വലിയ റോൾ ഇല്ലാത്തത്? ഇറ്റ് ഈസ് സോ ബിക്കോസ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ആർ ഹൈലി ഇൻകംപ്രസിബിൾ ആൻഡ് പ്രാക്ടിക്കലി റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ ചേഞ്ചസ് പ്രഷർ, അല്ലേ? ഇപ്പം സോളിഡിന്റെയും ലിക്വിഡിന്റെയും വോളിയം പ്രഷർ ചേഞ്ച് വെച്ച് ഒരുപാട് വ്യത്യാസം വരുന്നില്ല, അവൻ ഹൈലി ഇൻകംപ്രസിബിൾ ആണ്. പക്ഷേ ഗ്യാസിന്റെ കാര്യം പറയുമ്പോൾ പ്രഷറിന് ഒരുപാട് റോൾ വരുന്നത്. ഇങ്ങനെ നമുക്ക് നോക്കാം. സോലിബിലിറ്റി ഓഫ് എ ഗ്യാസിന്റെ നമുക്ക് പറയാമല്ലോ. മെനി ഗ്യാസസ് ഡിസോൾവ് ഇൻ വാട്ടർ. Oxygen dissolves only to a small extent in water. It is this dissolved oxygen which sustains all aquatic life. ഇപ്പം വാട്ടറിൽ ഒരുപാട് ഗ്യാസ് ഡിസോൾവ് ആവുന്നുണ്ട്. വാട്ടറിൽ ഓക്സിജൻ സോലിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ട് ആണ്. പക്ഷേ ആ ഡിസോൾവ്ഡ് ഓക്സിജൻ ആണ് അക്വാട്ടിക് ലൈഫിനെ മൊത്തം സസ്റ്റെയിൻ ചെയ്യുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് ഹൈലി സോലിബിൾ ഇൻ വാട്ടർ. ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസ് എന്ന് പറയുന്നതാണ് വാട്ടറിൽ ഹൈലി സോലിബിൾ ആണ്. സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്സ് ഗ്രേറ്റ്ലി അഫക്റ്റഡ് ബൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ പ്രഷറും ടെമ്പറേച്ചറും ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോലിബിലിറ്റിനെ ഒരുപാട് അഫക്ട് ചെയ്യും. സോലിബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഓഫ് പ്രഷർ. പ്രഷർ കൂട്ടുന്ന അനുസരിച്ച് എന്താണ്? ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോലിബിലിറ്റി കൂടി വരുന്നുണ്ട്. ഫോർ സൊല്യൂഷൻ ഓഫ് ഗ്യാസസ് ഇൻ എ സോൾവെന്റ്, കൺസിഡർ എ സിസ്റ്റം ആസ് ഷോൺ ഇൻ ഫിഗർ 1.18. ഇതാണ് ഇത് തന്നേക്കുന്ന സിസ്റ്റം. ദ ലോവർ പാർട്ട് ഈസ് സൊല്യൂഷൻ ആൻഡ് ദ അപ്പർ പാർട്ട് ഈസ് ഗേഷ്യസ് സിസ്റ്റം. അപ്പം ഈ ഗ്രേ കളറിൽ തന്നേക്കുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബ്ലൂ പാർട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഗ്യാസ്. ഒരു ടെമ്പറേച്ചറിലും പ്രഷർ, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലാണ് നമ്മൾ എക്സ്പെരിമെന്റ് നടത്താൻ പോകും. അസ്യൂം ദ സിസ്റ്റം ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡൈനാമിക് ഇക്വിലിബ്രിയം. ഇപ്പൊ എന്താണ് ഇവിടെ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഗ്യാസ് മോളിക്യൂൾസ് എത്ര എണ്ണം നമ്മുടെ സൊല്യൂഷനിലേക്ക് അകത്തേക്ക് പോകുന്നു അത്രയും എമൗണ്ട് ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് സൊല്യൂഷനിൽ നിന്ന് തിരിച്ച് വെളിയിലും വരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഡൈനാമിക് ഇക്വിലിബ്രിയം ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. അതാണ് പറയുന്നത്. ദാറ്റ് ഈസ് അണ്ടർ ദീസ് കണ്ടീഷൻസ് റേറ്റ് ഓഫ് gaseous particles entering and leaving the solution phase is the same. ഇപ്പൊ എത്ര അകത്തേക്ക് പോകുന്നുണ്ടോ അത്രയും തന്നെ പുറത്തും വരുന്നു. Now increase the pressure over the solution phase by compressing the gas to a smaller volume. ഇപ്പൊ നമ്മൾ എന്താണ് മേളിൽ നിന്ന് പ്രഷർ കൂട്ടുകയാണ്, അല്ലേ? കൂടുതൽ വെയിറ്റ് ഇവിടെ പ്രഷർ കൂട്ടുകയാണ്. This will increase the number of gaseous particles per unit volume over the solution and also the rate at which the gaseous particles are striking the surface of solution. അപ്പൊ നമുക്കറിയാം, ആദ്യം നമുക്ക് സൊല്യൂഷൻസിനടുത്ത് കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒരു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് സൊല്യൂഷന്റെ സർഫസ് ടച്ച് ചെയ്ത് അകത്തേക്ക് കയറാം. പക്ഷെ പ്രഷർ കൂട്ടുമ്പോൾ എന്താ പറ്റിയത്? പ്രഷർ കൂട്ടുമ്പോൾ സർഫസ് ആയിട്ട് കോൺടാക്ട് വരുന്ന ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടി, അല്ലേ? പാർട്ടിക്കിൾസ് കുറച്ചുകൂടെ ക്ലോസ് പാക്ഡ് ആയി. അപ്പം നമ്പർ ഓഫ് ഗ്യാസ് പാർട്ടിക്കിൾസ് സ്ട്രൈക്കിംഗ് ദ സർഫസ് ഓഫ് നമ്മുടെ സോൾവെന്റ് അതും കൂടി. അപ്പൊ അങ്ങനെ കൂടുമ്പോൾ എന്താണ്? കൂടുതൽ പാർട്ടിക്കിൾസ് നമ്മുടെ സൊല്യൂഷനിലേക്ക് കയറും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രഷർ കൂട്ടുന്നതിലൂടെ സോലിബിലിറ്റി കൂടി, അല്ലേ? അതാണ് പറയുന്നത്. ദിസ് വിൽ increase the number of gaseous particles per unit volume over the solution and also the rate at which the gaseous particles striking the surface of the solution. The solubility of the gas will increase until a new equilibrium is reached, resulting in an increase in the pressure of a gas above the solution.
അപ്പം ഇവിടെ ഉണ്ടായ പ്രഷർ ചേഞ്ച്, ഇവിടെ ഉണ്ടായ നമ്മൾ പ്രഷർ കൂട്ടി, ആ പ്രഷറിന് മേലുള്ള പ്രഷറിനെ കുറയ്ക്കാൻ വേണ്ടി എന്താണ് കൂടുതൽ പാർട്ടിക്കിൾസ് നമ്മുടെ സൊല്യൂഷനകത്തേക്ക് പോകുന്നു. അതുവഴി ഇവിടുത്തെ പ്രഷർ കുറയുന്നു, ഒരു പുതിയ ഇക്വിലിബ്രിയം അവിടെ ഉണ്ടാകുന്നു. അപ്പൊ അതുവരെ ഗ്യാസ് പാർട്ടിക്കിൾസ് അകത്തേക്ക് കയറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്കിവിടെ മൊത്തം ഇക്വിലിബ്രിയം വെച്ചാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ടായിരുന്നു അല്ലേ? ഡൈനാമിക് ഇക്വിലിബ്രിയം ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറുന്ന ഗ്യാസ് പാർട്ടിക്കിൾസും പുറത്തേക്ക് പോകുന്ന ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ സെയിം ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്രഷർ കൂട്ടിയപ്പോൾ എന്ത് പറ്റി? പ്രഷർ കൂട്ടിയപ്പോൾ സൊല്യൂഷന്റെ സർഫസിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഗ്യാസ് പാർട്ടിക്കിൾസ് എണ്ണം കൂടി. അതുവഴി സൊല്യൂഷനിലേക്ക് ഗ്യാസ് പാർട്ടിക്കിൾസ് കൂടി. അല്ലെങ്കിൽ നമ്മൾ ഇക്വിലിബ്രിയം ടേംസിൽ പറയുകയാണെങ്കിൽ പെട്ടെന്ന് പ്രഷർ കൂടി. പ്രഷർ കൂടിയപ്പോൾ എന്താണ്? ഇക്വിലിബ്രിയം ആ പ്രഷറിനെ കുറയ്ക്കാനാണ് നോക്കുന്നത്. അപ്പോൾ പ്രഷറിനെ കുറയ്ക്കാൻ എന്ത് പറ്റണം? കുറയ്ക്കാനാണെങ്കിൽ നമ്മൾ സൊല്യൂഷനിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയ്ക്കണം. അപ്പൊ അതിനു വേണ്ടി എന്താണ്? ഒരുപാട് ഗ്യാസ് പാർട്ടിക്കിൾസ് നമ്മുടെ സൊല്യൂഷനകത്തേക്ക് കയറ്റി വിടുന്നു. അതുവഴി പ്രഷർ കുറയ്ക്കാനാണ് ഇക്വിലിബ്രിയം ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് പറയാം സോലിബിലിറ്റി കൂട്ടിക്കൊണ്ട് മേലുള്ള ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറച്ചുകൊണ്ട് പുതിയൊരു ഇക്വിലിബ്രിയത്തിലേക്ക് നമ്മുടെ സൊല്യൂഷൻ എത്തും. അപ്പൊ പ്രഷർ കൂട്ടുന്നതിലൂടെ ഗ്യാസിന്റെ സോലിബിലിറ്റി കൂടി. ഹെൻറി വാസ് ദ ഫസ്റ്റ് ടു ഗിവ് എ ക്വാണ്ടിറ്റേറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ പ്രഷർ ആൻഡ് സോലിബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ സോൾവെന്റ്, വിച്ച് ഇസ് നോൺ ആസ് ഹെൻറീസ് ലോ. അപ്പൊ എന്താണ്? പ്രഷറും ഒരു ഗ്യാസിന്റെ ലിക്വിഡിലുള്ള സോലിബിലിറ്റി തമ്മിലുള്ള റിലേഷൻ ആദ്യം ആരാണ്? ഹെൻറിയാണ്. അതുകൊണ്ടാണ് ഹെൻറീസ് ലോ എന്ന് വിളിക്കുന്നത്. The law states that at a constant temperature, the solubility of a gas in a liquid is directly proportional to the partial pressure of the gas present above the surface of the liquid or solution. ഇപ്പൊ എന്താണ് പറയുന്നത്? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരു സൊല്യൂഷനിലുള്ള ഗ്യാസിന്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്? ആ സൊല്യൂഷന് മേലെയുള്ള ആ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ. Dalton, a contemporary of Henry, also concluded independently that the solubility of a gas in a liquid solution is a function of partial pressure of the gas. അപ്പോൾ ഡാൾട്ടനും ഇതേ കാര്യത്തിലേക്ക് തന്നെ പറഞ്ഞു. എന്താണ്? ഒരു ഗ്യാസിന്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത്, ഒരു ലിക്വിഡുള്ള ഗ്യാസിന്റെ സോലിബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ പാർഷ്യൽ പ്രഷർ, ആ സൊല്യൂഷന് മേലുള്ള അതിന്റെ പാർഷ്യൽ പ്രഷറിന് ആയിട്ട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. If we use the mole fraction of a gas in the solution as a measure of its solubility, it can be said that the mole fraction of a gas in solution is proportional to the partial pressure of the gas of the solution. അപ്പൊ എന്താണ്? നമുക്ക് ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഗ്യാസിന്റെ കോൺസെൻട്രേഷൻ മോൾ ഫ്രാക്ഷൻ ടേംസ് ആണ് നമുക്ക് പറയുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് ഇൻ സൊല്യൂഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് ഓഫ് ദ സൊല്യൂഷൻ. സൊല്യൂഷന് മേലുള്ള അതിന്റെ പാർഷ്യൽ പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് സൊല്യൂഷനിലുള്ള ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം പാർഷ്യൽ പ്രഷറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് സൊല്യൂഷനിലുള്ള ഗ്യാസിന്റെ മോൾ ഫ്രാക്ഷൻ. അപ്പം ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നൊരു കോൺസ്റ്റന്റ് ആണ് KH, അല്ലെങ്കിൽ ഹെൻറീസ് കോൺസ്റ്റന്റ്, ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. അതാണ് KH എന്ന് പറയുന്നത്. The most commonly used form of Henry's law states that the partial pressure of the gas in vapor phase is proportional to the mole fraction of the gas. എന്താണ് നമ്മളിപ്പോൾ എഴുതിയ ഇതാണ് ഹെൻറീസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത്. ഇപ്പൊ KH എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്. If you draw a graph between partial pressure of the gas versus mole fraction of the gas in solution, then we should get a plot of the type as shown in figure 1.2. നോക്കാം. നമുക്ക് എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ എടുത്തിട്ടുണ്ട്, Y ആക്സിസിൽ എടുത്തേക്കുന്ന ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? അതൊരു സ്ട്രേറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഡിഫറെന്റ് ഗ്യാസസ് ഹാവ് ഡിഫറെന്റ് KH വാല്യൂസ് ടു ദി സെയിം ടെമ്പറേച്ചർ. ഒരേ ടെമ്പറേച്ചറിൽ ഓരോ ഗ്യാസിനും ഓരോ KH വാല്യൂ ആണ് ഉള്ളത്. ദിസ് സജസ്റ്റ് ദാറ്റ് KH ഇസ് എ ഫംഗ്ഷൻ ഓഫ് ദി നേച്ചർ ഓഫ് ഗ്യാസ്. ഇപ്പോൾ ഓരോ ഗ്യാസിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും അതിന്റെ KH വാല്യൂ. ഇറ്റ് ഈസ് ഓബിയസ് ഫ്രം ഇക്വേഷൻ 1.11. അത് P is equal to KH into X. അതാണ് ഇക്വേഷൻ 1.11. It that higher the value of KH at a constant pressure, lower the solubility of the gas. അല്ലേ പറയാം. ഇവിടെ KHന്റെ വാല്യൂ കൂടിയാൽ അതിനർത്ഥം എന്താണ്? കൈയുടെ വാല്യൂ കുറയും. ഇല്ല, ഒരു കോൺസ്റ്റന്റ് പ്രഷറിലും ടെമ്പറേച്ചറിലും, ഒരു പർട്ടിക്കുലർ പ്രഷറിലും ടെമ്പറേച്ചറിലും പാർഷ്യൽ പ്രഷർ, ഒരു ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ ഇവിടെ KH കൂടിയ അനർത്ഥം എന്താണ്? അതിനർത്ഥം മോൾ ഫ്രാക്ഷൻ കുറയണം കോൺസ്റ്റന്റ് വാല്യൂ ആയതുകൊണ്ട്. ഒരു ഗ്യാസിന്റെ KH വാല്യൂ കൂടുതലാണെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? അതിന്റെ സോലിബിലിറ്റി കുറവായിരിക്കും. It can be seen from table 1.2.
that KH values for both N2 and O2 increase with the increase of temperature, indicating that the solubility of gases increase with the decrease of temperature. ഇപ്പോൾ ഇവിടെ KH വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ N2ന്റെയും O2ന്റെയും KH വാല്യൂ നോക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കൂടിയപ്പോൾ KH വാല്യൂ കൂടി അല്ലേ? അപ്പൊ അതിനർത്ഥം എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോൾ KH വാല്യൂ കൂടി. KH വാല്യൂ കൂടി അതിനർത്ഥം എന്താണ്? സോലിബിലിറ്റി കുറഞ്ഞു. അപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പോൾ സോലിബിലിറ്റി കുറയുന്നു എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഒരു ഗ്യാസിന്റെ സോലിബിലിറ്റി കൂടുന്നത് എപ്പോഴാണ്? ലോവർ ടെമ്പറേച്ചറിലാണ് ഗ്യാസിന്റെ സോലിബിലിറ്റി ലിക്വിഡിൽ കൂടുന്നത്. സോളിഡ് ലിക്വിഡ് പറഞ്ഞപ്പോൾ എന്താണ്? അവിടെ നേരെ തിരിച്ചായിരുന്നു അല്ലേ? സോ എന്താണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്? ഒരു എൻഡോതെർമിക് പ്രോസസ് ആയതുകൊണ്ട് ഹയർ ടെമ്പറേച്ചർ സോലിബിലിറ്റി കൂട്ടുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഗ്യാസിന്റെ സോലിബിലിറ്റി ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് കൂടുന്നു പറയാം. It is due to this reason that aquatic species are more comfortable in cold waters rather than in warm waters. അപ്പോൾ ഇതുകൊണ്ടാണ് എന്താണ് കോൾഡ് വാട്ടറിൽ അക്വാറ്റിക് സ്പീഷീസ് കൂടുതൽ കംഫർട്ടബിൾ. കാരണം വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താണ് അതിനകത്ത് കൂടുതൽ ഓക്സിജൻ സോലബിൾ ആയിരിക്കും. അപ്പം അക്വാറ്റിക് ലൈഫിന് കൂടുതൽ ത്രൈവ് ചെയ്യും. ഓക്കെ, നമ്മൾ തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്താം. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ്. താങ്ക് യു.